ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറേ അധികം വിശേഷങ്ങൾ ഇൻക്ലൂഡാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ടു നോക്കുക. കണ്ടിഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറക്കാതെ ലൈക്ക് ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ അപ്പോൾ ഏട്ടത്തിയും മക്കളും എല്ലാം ഗൾഫിലേക്ക് പോകുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ നാളെയാണ് പോകുന്നത്. തലേ ദിവസമാണ് കേട്ടോ അവരിത് ചെയ്യുന്നത്. കുറച്ച് കുക്കിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ടാക്കി വെക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം ഓരോന്നോരോന്ന് ഇങ്ങനെ ആക്കലാണ് കേട്ടോ. അപ്പോൾ ആദ്യം അച്ചാറിടുന്നതാണ്. ഇവിടുത്തെ മാങ്ങ തന്നെ പറിച്ചിട്ട് അച്ചാറിടാണ് കേട്ടോ. അപ്പോൾ രണ്ട് പേർക്കും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വേണം. അപ്പോൾ ഇതാ മാങ്ങയൊക്കെ പറിച്ച് മാങ്ങയും ഞാനിത് വീട്ടിൽ അച്ചാറിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ കാന്താരി, അവർക്ക് ഭയങ്കര ഗൾഫിലുള്ളവർക്കൊക്കെ ഇങ്ങനത്തെ നാടൻ ഐറ്റംസിനോടൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ, മാങ്ങ കാന്താരി അങ്ങനത്തെ ഒക്കെ. അപ്പോൾ അതൊക്കെ ഇട്ടിട്ടുള്ളൊരു അച്ചാറാണ് കേട്ടോ ഉണ്ടാക്കിയത്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നത് തന്നെയാണ്. അപ്പോൾ ഞാൻ റെസിപ്പി കാണിച്ചിട്ട് കണ്ടു നോക്കാം കേട്ടോ. ഇനിയിപ്പോൾ മാങ്ങയല്ലേ, ഈ കാട്ടുമാങ്ങ അത് വരട്ടൂലേ, ഇതും ഞാൻ റെസിപ്പി കാണിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എനിക്ക് നല്ല മാങ്ങ കിട്ടുകയാണെങ്കിൽ ഞാൻ ചെയ്ത് കാണിക്കാം. അപ്പം മാങ്ങ വരട്ടാലാണ് ഇത് നമുക്ക് ഒരാഴ്ച വരെ ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട, പുറത്ത് വെക്കാം. ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് വർഷങ്ങളോളം യൂസ് ചെയ്യാനും ഇത് പറ്റും കേട്ടോ. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ എന്താ പറയുക, പഠിക്കാൻ പോകുന്നവർക്കൊക്കെ ഉണ്ടാക്കിയിട്ട് കൊടുത്തു വിടാം, കേടുവരില്ല. അപ്പോൾ ഇനിയിപ്പോൾ അവർ വരുന്ന സമയത്ത് നമ്മൾ മാങ്ങയൊക്കെ തീർന്നു പോകുമ്പോഴത്തത് അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ ഇങ്ങനെ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം. വർഷങ്ങളോളം ഇരിക്കും കേട്ടോ ഇങ്ങനെ വെച്ചാൽ. ഫ്രീസറിൽ ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു മാങ്ങ വരട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിതാ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു ഗ്രേവി ടൈപ്പിൽ എടുക്കാം. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് നമ്മൾ ഇപ്പോൾ ഫ്രിഡ്ജിലൊന്നും വെക്കുന്നില്ല, പുറത്ത് തന്നെ ഒരാഴ്ച വെക്കാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ട് വരട്ടി ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ പരുവാകുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇത് ഭയങ്കര സിമ്പിളാണ്. ഒന്ന് രണ്ട് കാര്യം ശ്രദ്ധിച്ചാൽ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്നത് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ എന്താ പറയുക, പൂമോളെ ഹസ്ബൻഡിന് ഇഷ്ടമാണ് കേട്ടോ അവന്. അപ്പോൾ അവന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ രണ്ടാളും അളിയൻക്കും കൊണ്ടുവന്നുണ്ട്, രണ്ടാൾക്കും കൊണ്ടുവന്നുണ്ട് കേട്ടോ. അപ്പോൾ അതവിടെ റെഡി ആയിട്ട് വരട്ടെ. അങ്ങനെ ഓരോരുത്തർ ഉണ്ടാക്കലാണ് കേട്ടോ. ഉമ്മയുണ്ട്, അതുപോലെ തന്നെ ഏട്ടത്തിയുണ്ട്, പൂമോളെല്ലാം ഞങ്ങളെല്ലാവരും കൂടെ ഉണ്ടാക്കലാണ്. ഓരോ ഐറ്റംസ് ഓരോന്ന് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ നാളെ പോകുന്നതിന് മുമ്പ് ചെയ്യേണ്ട ഒരുക്കങ്ങളും ക്ലീനിങ്ങും എല്ലാം ചെയ്തു വെച്ചിട്ട് വേണ്ടേ പോവാനേ. അപ്പോൾ അങ്ങനെ ചിലരൊക്കെ ജംഷി ഗൾഫിലേക്ക് പോകണമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനല്ല കേട്ടോ പോകുന്നത്, ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ നല്ല കുറേ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവരിനി ഗൾഫിലേക്ക് പോയിട്ടാണ് ഞാൻ തിരിച്ചു പോകുന്നതെന്ന്. അപ്പോൾ അത് എപ്പോഴും വീഡിയോ കാണാത്തവരായിരിക്കും ഡൗട്ട് ചോദിക്കുന്നുണ്ടാവും. അപ്പോൾ ഞാനല്ല കേട്ടോ പോകുന്നത്, ഏട്ടത്തിയും മക്കളൊക്കെയാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളൊക്കെയാണ്. ഉന്നക്കായി നമ്മൾ രാവിലെ തന്നെ കുഴച്ച് ഉരുട്ടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഒന്ന് ജസ്റ്റ് എണ്ണയിലിട്ട് എടുക്കേണ്ട കാര്യമില്ലുള്ളൂ. അപ്പോൾ ഉന്നക്കായി ഞാൻ പൊരിച്ച് പോരുന്നുണ്ട്. പിന്നെ ബീഫ്, അതുപോലെ ബൂട്ടിയില്ലേ ബീഫിൻ്റെ, അപ്പോൾ അതൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. അതൊക്കെ അടുപ്പിലൊക്കെ ഇങ്ങനെ വരട്ടിയെടുക്കുന്നത്, വരട്ടി മീൻസ് നന്നായിട്ട് വേവിച്ച് ഇങ്ങനെ ഉണക്കി എടുക്കൂലേ, അങ്ങനെ എടുക്കുന്നുണ്ട്. പിന്നെ അവർക്ക് പാക്ക് ചെയ്ത് കൊണ്ടുപോകാൻ കേട് വരരുതല്ലോ, അപ്പോൾ അങ്ങനെ ആക്കിയെടുക്കുന്നത്. ഓരോന്ന് എടുക്കുന്നതിൻ്റെ ഞാൻ അതൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് ഉണക്കിയിട്ടൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ കേട് വരാണ്ടിരിക്കും. അപ്പോൾ അത് രണ്ട് പേർക്കും വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. ബോട്ടിയും കൊണ്ടുപോകുന്നുണ്ട്, ഇതും കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മളെ മാങ്ങ വരട്ടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, നല്ല അടിപൊളി ടേസ്റ്റായിട്ട് ഈ മാങ്ങ കഴിക്കാൻ. ഇത് നമുക്ക് കാട്ടുമാങ്ങ, ചെറിയ മാങ്ങ ഉണ്ടല്ലോ അത് എടുക്കാം. നാടൻ മാങ്ങ നമുക്ക് കടയിൽ കിട്ടുന്ന ചെറിയ ടൈപ്പ് സാധാ മാങ്ങയല്ലേ, ഭയങ്കര വലിയ അങ്ങനെ പേരുള്ള അങ്ങനത്തെ ഭയങ്കര മാങ്ങയല്ല, സാധാ നാടൻ കുഞ്ഞു കുഞ്ഞു മാങ്ങകൾ. അതുകൊണ്ടും ഇത് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇത് വേണമെങ്കിൽ നിങ്ങൾ കമൻ്റ് അയക്കുക, നമുക്കിത് ചെയ്യാം. ഇനി ഞാൻ ഇപ്പം ഞാൻ വോയിസ് കൊടുക്കുന്നത് വീട്ടിൽ നിന്നാണ് കേട്ടോ. എൻ്റെ വീട്ടിൽ നിന്ന് തന്നെയാണ്, കൽപ്പറ്റ വീട്ടിലെത്തിയിട്ടുണ്ട്. അവർ പോയി വിളിക്കുകയൊക്കെ ചെയ്തിട്ടോ. അപ്പോൾ അതിൻ്റെ തലേ ദിവസത്തെ കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. പോകുന്നതിൻ്റെ തലേ ദിവസം ഉണ്ടായ കാര്യങ്ങളാണ് ഇതൊക്കെ. ഇനിയിപ്പോൾ ഉണ്ണിയപ്പം ചുടലാണ് കേട്ടോ. ഇത് ഞാൻ റെസിപ്പി കാണിച്ചിട്ടുള്ളതാണ്. ഉണ്ണിയപ്പം മാവ് വരച്ചിട്ട് ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പല്ലേ, ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പമാണ് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റായിട്ടത്. നമുക്ക് മാവ് അരച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് പിറ്റേ ദിവസമൊക്കെ ഉണ്ടാക്കാനും പറ്റും, ഇങ്ങനെ അരച്ച് വെച്ചാൽ. അപ്പോൾ ഇത് നിങ്ങൾ ഇപ്പോൾ ഉണ്ണിയപ്പം ചട്ടി ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇരുമ്പിൻ്റെ ചട്ടി, സാധാ ചട്ടിയല്ല കേട്ടോ, ഇത് നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയിലാട്ടോ ഞാനിപ്പോൾ ചൂടുന്നത്. അപ്പോൾ ഇത് 12 നമുക്ക് ഒരുമിച്ച് പെട്ടെന്ന് ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. നല്ല ഈസിയാണ് കേട്ടോ. ഈ ചട്ടിയൊന്നും മയക്കാൻ അറിയാത്തവർ, പിന്നെ ഗ്യാസിൽ തന്നെ ഉണ്ടാക്കുന്നവരൊക്കെ ആണെങ്കിൽ ഈ ചട്ടി അടിപൊളിയാണ് കേട്ടോ. നല്ല നോൺ സ്റ്റിക്കിൻ്റെ ചട്ടി നോക്കി വാങ്ങിയാൽ മതി. കുറച്ച് കുഴി അധികം ഉള്ളത്, കുഴി മീൻസ് എണ്ണം
12 ഉണ്ട് ഇതിപ്പോൾ. അപ്പോൾ എണ്ണം അധികം ഉള്ളത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചുട്ട് വരും കേട്ടോ. ഇവിടെ ഇപ്പോൾ ഇരുമ്പിൻ്റെതും ഉണ്ട്. ഞാനിപ്പോൾ ഗ്യാസിൽ പെട്ടെന്നാക്കി എടുക്കാൻ വേണ്ടി അടുപ്പിലും ഇത് വെക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. നല്ല ഹൈ ഫ്ലെയിമിൽ എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം പെട്ടെന്ന് നമുക്ക് ആക്കി എടുക്കാൻ വേണ്ടി പറ്റും. ഭയങ്കര എളുപ്പത്തിൽ നമ്മൾക്ക് ചുട്ട് കഴിഞ്ഞു കേട്ടോ. ഇത് കണ്ടോ, നോൺ സ്റ്റിക്കിൻ്റെ നന്നാവൂല, കറക്റ്റായിട്ട് കിട്ടൂലേ എന്നൊക്കെ ഡൗട്ടുള്ളവർക്ക് ഞാൻ ക്ലിയറായിട്ട് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഒരു കുഴപ്പമില്ല. നമുക്ക് ഇരുമ്പിൻ്റെ ചട്ടിയില്ലേ, സാധാ ഉണ്ണിയപ്പ ചട്ടി, അത് എണ്ണമയമൊക്കെ നമ്മൾ റെഡിയാക്കി നമ്മൾ കെയർ ചെയ്ത് വെക്കണം. ചട്ടി ശ്രദ്ധിക്കണം. എപ്പോഴും അതിൽ എണ്ണമയമൊക്കെ ഉണ്ടെങ്കിലാണ് നമ്മൾ വല്ലപ്പോഴൊക്കെ ഉണ്ണിയപ്പം ചുടുമ്പോൾ നമുക്ക് നന്നായിട്ട് കിട്ടുകയുള്ളൂ, പിടിക്കുകയൊന്നും ചെയ്യാതെ. ഇപ്പം എൻ്റെ ചട്ടിക്ക് അങ്ങനെ മയങ്ങി നല്ല ചട്ടിയാണ്. പക്ഷേ അതിനൊന്നും പറ്റാത്തവരൊക്കെ ഈ ഒരു ചട്ടി ഇത് കണ്ടോ, നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയാണ്. സൂപ്പറായിട്ട് നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടും പറ്റും കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട്, ജംഷി റെസിപ്പീസ് ഉണ്ണിയപ്പം. അടിച്ചു നോക്കാം കേട്ടോ, നിങ്ങൾക്ക് റെസിപ്പി കിട്ടും. ഫ്ലോപ്പായി പോകാത്ത നല്ല കിട്ടുന്ന റെസിപ്പിയാണ് കേട്ടോ. അരച്ച ഉടനെ തന്നെ നിങ്ങൾക്ക് നന്നായിട്ട് ചൂടായ എണ്ണയിലേക്ക് ഒഴിച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ നമ്മൾ നെയ്യപ്പം ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കി പോകുമ്പോൾ ഫ്ലോപ്പ് ആവുന്നതിന് കാരണം, എണ്ണ കുടിക്കുന്നതിന് കാരണം ഹൈ ഫ്ലെയിമിൽ വെക്കാത്തതുകൊണ്ടാണ്. ഹൈ ഫ്ലെയിമിലാണെങ്കിലും നിങ്ങൾ നെയ്യപ്പൊക്കെ ചുടുമ്പോൾ ഭയങ്കര തീ കൂടുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റില്ല. അപ്പോൾ ഒന്ന് മീഡിയത്തിലേക്ക് മാറ്റുക. അതൊക്കെ നമ്മളൊരു ഇതിനനുസരിച്ച് ചെയ്യണം കേട്ടോ. അപ്പോഴാണ് നമുക്ക് ആ ഒരു നേക്ക മനസ്സിലാവുക, നല്ല അപ്പങ്ങളും നമുക്ക് കിട്ടുക. അങ്ങനെ അതൊക്കെ ആക്കിയിട്ട് നമ്മൾ തണുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു വൈകുന്നേരം. ഇപ്പോൾ ഇതാ രാത്രി ആയിട്ടുണ്ട്. അപ്പോൾ പൂമോളെ ഹസ്ബൻഡിൻ്റെ ഏട്ടന്മാരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരൊക്കെ പെട്ടി കെട്ടലാണ് ഇനി. അപ്പോൾ അതൊരു ചടങ്ങല്ലേ ശരിക്കും. ഗൾഫിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോഴും ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകുമ്പോഴും പെട്ടികെട്ടലൊരു രസമാണ് കേട്ടോ കാണാൻ. അപ്പം ഞാൻ അവിടുത്തെ കണ്ടിട്ടില്ല, ഞാനിപ്പോൾ ഇതാട്ടോ കണ്ടത്. ഇതിപ്പോൾ ഇവർക്ക് എല്ലാവരും ഉള്ളതുകൊണ്ട് തന്നെ കുറച്ചധികം സാധനങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടി, ലഗേജ് കുറച്ച് കൂടുതൽ കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. പിന്നെ നാടൻ ഐറ്റംസ് അവർക്ക് ഇഷ്ടമാണ്. പിന്നെ അവർ രണ്ടാളും ഇപ്പോൾ വരുന്നില്ല. അപ്പോൾ ചക്ക മാങ്ങ അതൊക്കെ ആ സീസണിലല്ലേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ചക്ക മാങ്ങ അങ്ങനത്തെ അവക്കാഡോ, ഇങ്ങനെ ബട്ടർ ഫ്രൂട്ട് അതില്ലേ, അത് എൻ്റെ ചെറിയ ആങ്ങളേൻ്റെ വീട്ടിൽ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് അവിടെ നിന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഉപ്പാൻ്റെ പഴം നേന്ത്രക്കല വെട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കറക്റ്റ് ടൈമിൽ തന്നെയാണ്. അപ്പോൾ നന്നായിട്ട് മൂത്ത് പഴുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രിഡ്ജിലേക്ക് ഇങ്ങനെ പടല ഇരിഞ്ഞിട്ട് വെക്കൂലേ, അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഏകദേശം ഒരു കൊലേൻ്റെ അടുത്ത് അവർ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ, രണ്ടാളും കൂടെ. അപ്പം അങ്ങനെ പിന്നെയെന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൊണ്ടുവന്നത് അവിടെ ഫ്രണ്ട്സിനും, ഞാൻ പറഞ്ഞല്ലോ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അപ്പോൾ ഫ്രണ്ട്സിനൊക്കെ എല്ലാവർക്കും കൂടെ കൊടുക്കാൻ വേണ്ടി എല്ലാവരും ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര പ്രിയപ്പെട്ടതായിരിക്കുമല്ലോ. ഇവിടെ നിന്ന് അങ്ങോട്ട് എത്തിക്കാനുള്ളൊരു ബുദ്ധിമുട്ടേ ഉള്ളൂ. പിന്നെ ലഗേജ് കൊണ്ടുപോകാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ റിസ്ക് എടുത്ത് പാക്കൊക്കെ ചെയ്യുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ ഇവർ രണ്ടാളും ഉള്ളത് കൊണ്ട് തന്നെ ഏട്ടത്തിൻ്റെ മോള് മാത്രം അത് നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ രണ്ടാളും ഉള്ളത് കൊണ്ട് ഇവർക്ക് ലഗേജ് കൊണ്ടുപോകാനും വലിയ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ കൊണ്ടുവന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം പപ്പായ പഴുത്തത്, പിന്നെ അതൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടായതാണ് കേട്ടോ. പഴുത്തത് കൊണ്ടുവന്നുണ്ട്, പച്ച കൊണ്ടുവന്നുണ്ട്. അതൊക്കെ അവർക്കൊരു ഒരു പൂതിയായിരിക്കും കേട്ടോ, ഒരു ആഗ്രഹമായിരിക്കും. ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആയിരിക്കും. പിന്നെ ഇത് അളിയൻക്കുള്ളതാണ് കേട്ടോ, കപ്പ അങ്ങനത്തെ ഐറ്റംസൊക്കെ. അപ്പോൾ രണ്ടാളതിലും ആക്കുന്നുണ്ട് ഓരോന്ന്. അപ്പോൾ എല്ലാം നമ്മളിങ്ങനെ ഇവർക്ക് നല്ല പരിചയമാട്ടോ. ഇവരെല്ലാവരും ഗൾഫിൽ തന്നെയാണ്, ഏട്ടന്മാരൊക്കെ ഗൾഫിൽ തന്നെയാണ്. അപ്പോൾ അവർക്ക് പാക്കിങ്ങൊക്കെ സിമ്പിളാണ്. നമ്മളാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ കുറച്ച് റിസ്ക് ആയിരിക്കും കേട്ടോ, ഓരോന്നിങ്ങനെ റാപ്പ് ചെയ്തിട്ട് ഒക്കെ എല്ലാം ആക്കുന്നത്. അപ്പോൾ നമുക്ക് റിസ്ക് ആയിരിക്കും. ഇവർ നല്ല ഈസി ആയിട്ട് എല്ലാവരും കൂടെ, മക്കളും എല്ലാവരും ഉണ്ട്, ഏട്ടന്മാരും മക്കളൊക്കെ ഉണ്ട്. അപ്പോൾ അവരെല്ലാവരും കൂടെ നല്ല ബഹളാക്കി നല്ല രസമുണ്ടായിരുന്നു ആ സമയത്ത്. ഇത് കാണാനൊക്കെ നല്ല രസമായിരുന്നു. നമ്മളൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു ഇവർ ചെയ്യുന്നത് കാണുമ്പോൾ. പിന്നെ ഇത് മുരിങ്ങക്കായ കേട്ടോ. മുരിങ്ങക്കായ ഇത് ഇവിടെ തന്നെ ഏട്ടത്തിൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ്. അപ്പോൾ അത് ഒരു 2-3 ആഴ്ചയായിട്ടോ ശരിക്കും പറിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ മൂപ്പെത്തിക്കഴിഞ്ഞാൽ നമ്മൾ പറിക്കണം, മരത്തിൽ വെക്കാൻ വേണ്ടി പറ്റൂല. പക്ഷേ ഫ്രിഡ്ജിൽ ഇരിക്കുന്നതിനൊരു പരിധിയില്ലേ, പ്ലാസ്റ്റിക് കവറിലൊക്കെ റാപ്പ് ചെയ്തിട്ടൊക്കെ വെച്ചിട്ടും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണങ്ങിയ തുണി കൊണ്ട് തുടച്ചു കൊടുത്തു. അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഇതുവരെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കുഴപ്പമില്ലാണ്ട് അവിടെ എത്തുമല്ലോ. അപ്പോൾ അങ്ങനെ ഒക്കെ നല്ല അതിൻ്റെയൊക്കെ പുറകിൽ കുറച്ച് കഥകളൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ നേന്ത്രപ്പഴം പഴുക്കാതിരിക്കാൻ വേണ്ടി ഒരു കവറിലൊക്കെ ആക്കി നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെച്ചു. അതുപോലെ തന്നെ അവക്കാഡോ അങ്ങനെ തന്നെ കേട്ടോ ചെയ്തത്. പറിച്ചു. പിന്നെ ടിക്കറ്റ് നീണ്ടു പോയപ്പോൾ നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെച്ചു. അപ്പോൾ പിന്നെ ഫ്രിഡ്ജിൽ വെച്ചാൽ പഴുക്കൂല കേട്ടോ. അങ്ങനെ തന്നെ പച്ചക്കന്നെ നമുക്ക് കിട്ടി, എന്തായാലും കുഴപ്പമില്ലാതെ. പിന്നെ അതാ ചീര, ഇതെല്ലാം ഇവിടെ ഉണ്ടായ ചീര തന്നെയാണ് കേട്ടോ. അപ്പോൾ ചീരയും രണ്ടാളും കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ മത്തൻ്റെ ഇലയില്ലേ, അതും കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു സൈഡിൽ മൈലാഞ്ചി ഇടലൊക്കെ നടക്കുന്നുണ്ട്. ഹവ്വയും തനുവൊക്കെ മൈലാഞ്ചി ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടികെട്ടലും കാര്യങ്ങളൊക്കെ അങ്ങനെ നടക്കുന്നുണ്ട്. എല്ലാം ഓരോ പെട്ടിയിലേക്കാക്കി അതിൻ്റെ വെയിറ്റും കാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെയെല്ലാം കറക്റ്റ് ചെയ്യണമല്ലോ. അങ്ങനെയൊക്കെ അല്ല ഇങ്ങനെ പോകുന്നവർക്കൊക്കെ അറിയാൻ വേണ്ടി പറ്റും.
നല്ല രസമായിരുന്നു കേട്ടോ. എന്തായാലും ഇപ്പോൾ ആലോചിക്കുമ്പോൾ വിഷമം അതെന്തായാലും ഇല്ലാണ്ടിരിക്കുക. പിന്നെ 2 മാസം ഉള്ളൂ എന്നുള്ളതൊരു സമാധാനം ഉണ്ട് കേട്ടോ. അവർക്ക് കുറച്ചുകൂടെ നിൽക്കാനായിരിക്കും. പക്ഷേ ഞാൻ ആലോചിക്കുമ്പോൾ 2 മാസമല്ലേ ഉള്ളൂ, ഇതാ കഴിഞ്ഞു പോകും, അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. പക്ഷെ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ആ ഒരു സമയത്ത് നല്ല രസമായിരുന്നു കേട്ടോ. ശരിക്കും പെട്ടികെട്ടൽ എന്ന് പറഞ്ഞൊരു ചടങ്ങ് തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെയാണ് ഗൾഫിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നവരും ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് പെട്ടികെട്ടലും. അതും ഈ വരുന്ന ആൾക്കൊരു നല്ല രസം തന്നെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. മുഹമ്മദിന് എന്താണെന്ന് അറിയില്ല കേട്ടോ. അന്ന് ഭയങ്കര കുറുമ്പുണ്ടായിരുന്നു, നല്ല കുറുമ്പ്, ആരടുത്തും പോവാതെ എന്തോ ഒരു കളി ഉണ്ടായിരുന്നു കേട്ടോ. അന്ന് പോകുന്നൊന്നും അന്നൊക്കെ അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. അവന് കുട്ടികൾക്ക് അങ്ങനെയല്ല, കുറച്ച് കൂടുതൽ പണികളോ നമുക്ക് എന്തെങ്കിലും ഭയങ്കര തിരക്കോ ഉള്ള ദിവസം അവർക്ക് വല്ലാത്തൊരു കുറുമ്പും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഭക്ഷണം വേണ്ട, അങ്ങനത്തെ ഒക്കെ ഒരു കളി ഉണ്ടായിരുന്നു അവന് അന്ന്. പിന്നെ ഒക്കെ ഓക്കെ ആയി. അപ്പോൾ ഇതനി അവർ പെട്ടികെട്ടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമുക്ക് റാഹത്തായി എല്ലാം റെഡിയാക്കി വെച്ച് തന്നു കേട്ടോ. അതിന് ശേഷം അവർ പോവുകയാണ്. അവർ വൈത്തിരിയല്ലേ, അപ്പോൾ അവർ അങ്ങോട്ടേക്ക് പോവുകയാണ്. ഇപ്പോൾ ദാ ഹവ്വയും തനുവും എല്ലാവരും കൂടെ യാത്ര പറച്ചിലാണ് കേട്ടോ. മാഷാ അല്ലാഹ് അവർ കുറേ മക്കളുണ്ട്, പക്ഷെ അവരൊക്കെ ആയിട്ട് ഹവ്വയും തനും ഭയങ്കര അറ്റാച്ച്ഡാണ് കേട്ടോ. ഭയങ്കര അറ്റാച്ച്ഡാണ്. അവർ നല്ല കെയർ ചെയ്യും മക്കളെ കേട്ടോ. അതുകൊണ്ട് തന്നെ അവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പോകുന്നതിൽ അവർക്കും നമുക്കും അത് കാണാൻ പറ്റില്ല. അവർക്കും വിഷമമുണ്ട്, ഇവർക്കും വിഷമമുണ്ട് കേട്ടോ. യാത്രയൊക്കെ പറയുമ്പോൾ നമുക്കത് കാണാൻ പറ്റുന്നുണ്ട്. ഇവരെ കൂടെ കളിക്കുന്ന കുറച്ച് ടീമുണ്ട് കേട്ടോ. അവർ തമ്മിൽ ഭയങ്കര മിസ്സിങ്ങാണ്, നമ്മളോട് ഇങ്ങനെ പറയും. അവരും ചോദിക്കും ഇവരും ചോദിക്കും കേട്ടോ, എന്നാ വരിക, എങ്ങനെ ഏതാന്നൊക്കെ നമ്മളോട് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ കുട്ടികളങ്ങനെയല്ലേ പറയുക. ഇനിയിപ്പോൾ നമ്മളെല്ലാം ഇപ്പോൾ ഇതൊക്കെ ഓക്കെയാണ്. ഇനി റഫീക്ക രാവിലെ പുലച്ചക്ക് വരും കേട്ടോ. 2:30 ആകുമ്പോൾ 2:30-3 മണിയുടെ ഉള്ളിൽ ഇങ്ങോട്ട് എത്തുന്നതാണ് പറഞ്ഞത്. അപ്പോൾ ഒന്നുകൂടെ എല്ലാവരും പോയതിന് ശേഷം നമ്മൾ വീട് ഒന്നുകൂടെ ക്ലീനാക്കി എല്ലാം ഒരുക്കി വെച്ചു കേട്ടോ. ഇനിയിപ്പോൾ രാവിലെ ആണ് ഞാൻ പിന്നീട് വീഡിയോ എടുക്കുന്നത്. ഇപ്പോൾ ഇതാ റഫീഖാൻ്റെ ഫ്രണ്ട് അഷ്റഫ്ക്കയും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലഗേജൊക്കെ അവരെടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ ഇതാ ഒരുങ്ങി, നമ്മളെല്ലാവരും സെറ്റായിട്ട് എല്ലാവരും റെഡിയായി. അപ്പോൾ ഇതാ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവരും എണീറ്റ് ഇപ്പോൾ 2:15 ആയപ്പോൾ നമ്മൾ വിളിച്ചു കേട്ടോ. ഹവ്വേനും തനുവിനൊക്കെ ഒരു കുഴപ്പമില്ലാതെ എല്ലാവരും പോകുന്ന ഇൻട്രസ്റ്റ് കൊണ്ട് വേഗം എണീറ്റു. മുഹമ്മദാണ് പിന്നെ കരഞ്ഞുകൊണ്ട് എണീറ്റത് കേട്ടോ. പിന്നെ ഓനും വണ്ടിയിലൊക്കെ കയറിയപ്പോൾ പിന്നെ ഓനും ഓക്കെ ആയി. അപ്പോൾ ഇതാ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളങ്ങോട്ട് കിടന്നുറങ്ങിയിട്ട് പിന്നെ നമ്മൾ എയർപോർട്ടിൽ എത്താൻ നേരത്താട്ടോ അറിഞ്ഞത്. എല്ലാവരും തന്നെ നല്ല രാത്രി വൈകിയൊക്കെ കിടന്നുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കേട്ടോ, അവർ രണ്ടുപേരുമല്ല, നമ്മൾ എല്ലാവരും നന്നായിട്ട് ഉറങ്ങി. ഇതിപ്പോൾ ഇതാ നമ്മളിപ്പോൾ എല്ലാവരും ഒന്ന് ഫ്രഷൊക്കെ ആകാൻ വേണ്ടിയിട്ട് സുബഹി നിസ്കരിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ എയർപോർട്ടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ചെറിയൊരു പള്ളി കേട്ടോ, അവിടെ നമ്മൾ നിർത്തി. അങ്ങനെ നമ്മൾ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. മുഹമ്മദിന് കഴിക്കാനൊക്കെ കൊടുത്തു. ഇവർ രണ്ടാളും അവിടെ കിടന്ന് ഉറങ്ങിയിട്ട് ആ പള്ളീൻ്റെ ഉള്ളിൽ കിടന്നിട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം നമ്മൾ രാത്രി ഇറച്ചിപ്പത്തിരി, നമ്മൾ ചുറപ്പത്തിരി ഇല്ലേ, അപ്പോൾ അത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ചായയൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ടൈമിൽ ഇപ്പോൾ ശരിക്കും 6:30 കേട്ടോ, 6:15 ആയിട്ടുള്ളൂ. ആ ഒരു ടൈമിൽ നമുക്ക് കഴിക്കാൻ കുട്ടികൾക്കും നമുക്ക് ആർക്കും കഴിക്കാൻ അധികം പറ്റില്ലല്ലോ. എന്നാലും ഇറച്ചിപ്പത്തിരി എടുത്തിട്ടുണ്ടായിരുന്നു. ഒന്നും കിട്ടൂല എന്നൊക്കെ പറഞ്ഞപ്പോൾ 1-2 പീസൊക്കെ അവർ കഴിച്ചു. അല്ലാണ്ട് മെയിൻ ഫുഡും കാര്യങ്ങളൊന്നും ഇപ്പോൾ കഴിക്കാനും ആയിട്ടില്ലല്ലോ. അപ്പോൾ ഇതാ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക്, എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കറക്റ്റ് ടൈം ആയിട്ടുണ്ട്. അതിന് ശേഷം എല്ലാവരും ബാത്റൂമിലൊക്കെ പോയി ഒന്നുകൂടെ ഫ്രഷ് ആയതിന് ശേഷം ഇനിയിപ്പോൾ ഇതാ അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അവർ. അപ്പം മുഹമ്മദിനൊക്കെ നമ്മൾ ഫുഡൊക്കെ കൊടുത്ത് സെറ്റായി. നമ്മൾ നേരത്തെ തന്നെ
ചുരം ബ്ലോക്ക് ഉണ്ടാവുമോ എന്നൊക്കെ പറഞ്ഞിട്ട് റഫീഖ പറഞ്ഞപ്പോൾ നേരത്തെ പോകാം, അല്ലെങ്കിൽ അതിന് ശേഷം നമ്മളൊരു 4:30 ഒക്കെ ഇറങ്ങിയാൽ മതി കേട്ടോ. പക്ഷേ അതൊക്കെ കണക്കാക്കി നമ്മൾ നേരത്തെ ഇറങ്ങിയതുകൊണ്ട് കുട്ടികളും ഒരു ഹറിബറി ആവാതെ തിരക്കാവാതെ ഒന്ന് എന്താ പറയുക നമുക്ക് റിലാക്സ് ആയിട്ട് നമുക്ക് ഇവിടെ എത്താനും വേണ്ടിയിട്ട് പറ്റി. ആ പള്ളിയിലും നമ്മൾ ഇരുന്നിട്ട് കുറച്ച് സമയമൊക്കെ ഒന്ന് ഫ്രീ ആയി റെസ്റ്റ് എടുത്തു. അപ്പോൾ കറക്റ്റ് ടൈം കിട്ടും. അതിനുശേഷം ഇവിടെ എത്തിയത് കറക്റ്റ് 6:45 7 മണിക്ക് ഇവർക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറണം. അപ്പോൾ അത് 7 മണി ആവാൻ പോകുന്നു കേട്ടോ. ഒരു 10 മിനിറ്റും കൂടെ ഇനിയുള്ളൂ. ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് എത്തുമ്പോഴത്തേക്കും സമയമായി. അപ്പോൾ കറക്റ്റ് ടൈമിലാണ് നമ്മൾ കുറേ ഇവിടെ ഇങ്ങനെ ഡിലേ ആയിട്ട് കളിച്ചിട്ടൊന്നുമില്ല, കറക്റ്റ് എന്നാൽ എത്തുകയും ചെയ്തു. നിങ്ങൾ പറഞ്ഞ സെക്കൻഡ് നിങ്ങൾ കാണാനാവില്ല. അങ്ങനെ അവർ പോയി, എല്ലാം റാഹത്തായി. ഞാൻ പറഞ്ഞല്ലോ ഇത് അവർ പോയി അവിടെ എത്തിയതിന് ശേഷമാണ് ഞാൻ വോയിസ് കൊടുക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവർ അവിടെ എത്തിയിട്ടൊക്കെ നമ്മളെ വിളിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം റാഹത്താണ്, കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ അവർ കയറിയതിന് ശേഷം അവർക്ക് ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി. അവർ ഫ്ലൈറ്റിൽ കയറിയതിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾ ഇവിടുന്ന് വിട്ടത്. അങ്ങനെ പിന്നെ ഞാൻ കാര്യമായിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. നമ്മളിങ്ങനെ ടൗണിൽ കുറച്ച് സാധനം വാങ്ങാനും അങ്ങനെയൊക്കെ കുറച്ച് കറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ തിരിച്ചു വന്നു. ഇത് പേട്ടത്തിൻ്റെ വീട്ടിലേക്ക് പോകുന്ന ആ വഴിയാണ് കേട്ടോ. എസ്റ്റേറ്റ് ഇങ്ങനെ ചായത്തോട്ടത്തിൻ്റെ ഉള്ളിലൂടെ കേട്ടോ നമ്മൾ പോകുന്നത്. അവരെ വഴി അങ്ങനെയാണ്. നല്ല രസമായി ഇവിടെ കാണാൻ. ഞാൻ മുന്നേ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി ഇനി എൻ്റെ ലഗേജും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട്. ഇനി എൻ്റെ വീട്ടിലേക്ക് പോവല്ലേ. അപ്പോൾ എൻ്റെ ട്രൈപോഡ് ഞാൻ അവിടെ നിന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി ട്രൈപോഡെല്ലാം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുക്കണം, എൻ്റെ ഡ്രസ്സ് കാര്യങ്ങൾ. പിന്നെ ഒന്നും കൂടെ എല്ലാം ഒന്ന് ചെക്ക് ചെയ്തിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവാണ്. നന്നായിട്ട് മഴ മൂടുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടോ, നിങ്ങൾക്ക് ആകാശത്തിലേക്ക് നോക്കിയാൽ മനസ്സിലാവും. കാരണം ഇങ്ങനെ മൂടി നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏട്ടത്തിൻ്റെ വീട്ടിൽ എത്താനായിട്ടാ. ഇനി അവിടെ നിന്ന് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കാര്യങ്ങളും എടുത്തിട്ട് തിരിച്ചു കയറുക, അത്രയേ ഉള്ളൂ. അപ്പോൾ തിരിച്ചു പോകുന്ന സമയത്ത് മഴ പെയ്തു കേട്ടോ. നമ്മളിപ്പോൾ ഏകദേശം കൽപ്പറ്റ ടൗൺ എത്തിയിട്ടുണ്ട്. നന്നായിട്ട് മഴ പെയ്തു കേട്ടോ. ഇത് കണ്ടോ, ഇടിയും. ശരിക്കും നമുക്ക് ഫോണൊക്കെ കയ്യിൽ വെക്കാൻ തന്നെ പേടിയാവുന്ന അങ്ങനെ ഇടിയും മഴയൊക്കെ ആയിട്ട്. വെറും മഴയല്ല കേട്ടോ, ഭയങ്കര വെള്ളം ഇങ്ങനെ കുത്തിയൊലിച്ചിട്ട് റോഡിൻ്റെ സൈഡിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. മഞ്ഞ കളറിൽ വെള്ളം ഇങ്ങനെ ഫുൾ ഇങ്ങനെ കുത്തി ഒഴുകുന്നു കേട്ടോ. അങ്ങനത്തെ മഴയാണ്. അപ്പോൾ ഇത് നമ്മൾ അഷ്റഫ് ഖാൻ്റെ വീട്ടിൽ, കൽപ്പറ്റ തന്നെ കേട്ടോ, കൽപ്പറ്റ ടൗണിൽ തന്നെ അഷ്റഫ് ഖാൻ്റെ വീട്ടിലെത്തി. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ലഞ്ച് നമ്മൾ അവിടെ നിന്നാട്ടോ കഴിച്ചു അന്നത്തെ ദിവസം. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ നമ്മളെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇനി ഞാൻ ഇൻഷാ അല്ലാഹ് വീട്ടിലെത്തിയ വിശേഷങ്ങളും നിങ്ങൾ പറഞ്ഞിട്ടുള്ള ഡേ ഇൻ മൈ ലൈഫും കാര്യങ്ങളും എല്ലാം ആയിട്ട് നല്ല ഉഷാറായിട്ട് വരുന്നതാണ് കേട്ടോ.
അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകൾ, നിങ്ങളുടെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. ഒരു ലൈക്കും ഒരു തമ്പോ ഒരു സ്മൈലിയോ ഒക്കെ കമൻ്റായിട്ട് ഇടുക. അപ്പോൾ എപ്പോഴും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ എല്ലാ വീഡിയോക്കും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ കുറേ വീഡിയോയിൽ കമൻറ്റും റിപ്ലൈ തരാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ ആയിട്ടും അങ്ങനത്തെ തിരക്കും കാര്യങ്ങളും എല്ലാം കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ്. അപ്പോൾ ഇനി ഇൻഷാ അല്ലാഹ് കറക്റ്റായിട്ട് വീഡിയോക്ക് റിപ്ലൈയും കാര്യങ്ങളും എല്ലാം നിങ്ങളെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ തീർത്തിട്ടുള്ള വീഡിയോസും എല്ലാം വരുന്നതാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. നല്ല ഡേ ഇൻ മൈ ലൈഫും കാര്യങ്ങളും എല്ലാം ആയിട്ട് ടിപ്സും ട്രിക്സും എല്ലാം ഉള്ള വീഡിയോ ആയിട്ട് വരുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചോദിച്ചിട്ടുള്ള റെസിപ്പീസും എല്ലാം കാണാം. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.